അവൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. മീരയും അപ്പോൾ വേദനയുടെ ആഴക്കടലിലാണ്. ഹിരണ്യ ജീവനോടെയുണ്ടോ? ആ മനുഷ്യൻ അവളോട് എന്ത് ക്രൂരതയാവും ചെയ്തിട്ടുണ്ടാവുക. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ചേച്ചിയോടുള്ള സ്നേഹവും അവളെക്കുറിച്ചുള്ള ആശങ്കയും മീരയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചുപോയി. അതൊരു പടുകൂറ്റൻ കോർപ്പറേറ്റ് സാമ്രാജ്യമായിരുന്നു. ആകാശത്ത് തൊട്ടുരുമ്മി നിൽക്കുന്ന ആ വലിയ ഓഫീസിന് മുന്നിൽ രാഹുലിൻ്റെ കാർ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലായിരുന്നു. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിനാണ് താൻ ഇറങ്ങി തിരിച്ചതെന്ന് ബോധ്യം അവനെ തളർത്തുകയും അതേസമയം ആവേശഭരിതനാവുകയും ചെയ്തു. നേരെ റിസപ്ഷനിലേക്ക് നടക്കുമ്പോൾ രാഹുലിൻ്റെ ചുവടുകൾ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. തിളങ്ങുന്ന മാർബിൾ തറയിൽ അവൻ്റെ ഷൂസിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. എനിക്ക് MD ഒന്ന് കാണണമായിരുന്നു. റിസപ്ഷനിലുള്ള പെൺകുട്ടിയോടായി അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുത്ത് അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. സർ, അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിരുന്നോ? ഇല്ല, രാഹുൽ ചുരുക്കത്തിൽ മറുപടി നൽകി. അവളുടെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അപ്പോയിൻമെൻ്റ് ഇല്ലാതെ സാറിനെ കാണാൻ പറ്റില്ല. എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്? ഇവിടെ വല്ല ജോലിയും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണോ? ആ ചോദ്യം രാഹുലിൻ്റെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൾക്കറിയില്ലല്ലോ താൻ ആരാണെന്ന്. മറ്റൊരു വലിയ കമ്പനിയിൽ ഉന്നത പദവി അലങ്കരിച്ച വ്യക്തിയായിരുന്നു താൻ. ആ പോസ്റ്റ് ഇവിടെയും ലഭിക്കാനായി തൻ്റെ യോഗ്യതകൾ തെളിയിക്കുന്ന എത്രയോ മെയിലുകൾ അവൻ ഈ കമ്പനിക്ക് അയച്ചു കൊടുത്തു. പക്ഷെ ഒന്നിനും മറുപടി വന്നില്ല. ആ അവഗണനയാണ് അവനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എനിക്കിവിടെ ജോലി ഇരുന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, അവൻ പല്ലെറുമ്മിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ എൻ്റെ യോഗ്യതകൾക്കും കഴിവിനും നൽകേണ്ട ഒരു മര്യാദയുണ്ട്. അത് ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. രാഹുലിൻ്റെ ശബ്ദത്തിലെ കർക്കശം കണ്ട് ആ പെൺകുട്ടി ഒന്ന് പതറി. അവളുടെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു ഉദ്യോഗാർത്ഥിയല്ല, മറിച്ച് തൻ്റെ അവകാശങ്ങൾക്കായി പൊരുതാൻ വന്ന സിംഹമാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിന് മറുപടി നൽകാതെ ഈ മാനേജ്മെൻറ്റിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. രാഹുൽ അയക്കുന്ന ഓരോ റെസ്യൂംസും സ്ക്രീനിൽ തെളിയുമ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞിരുന്നു. ഓരോ തവണയും റിജക്റ്റ് എന്ന സീൽ പതിപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പക ഒന്നുകൂടി ആളിപ്പടരുകയാണ്. ഓരോ കമ്പനിയിലും തൻ്റെ യോഗ്യത തെളിയിച്ചുകൊണ്ട് രാഹുൽ അപേക്ഷകൾ അയച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ആ വാതിലുകളെല്ലാം അവന് മുന്നിൽ കൊട്ടിയടക്കപ്പെടുന്നത് രുദ്രൻ എന്ന ഒറ്റ പേരിന് മുന്നിലായിരുന്നു. എന്നെക്കാളും മികച്ചവൻ നീയാണെന്ന് ഹിരണി വിശ്വസിച്ചെങ്കിൽ ആ വിശ്വാസം തകർത്തെറിയാൻ എനിക്കറിയാം രാഹുൽ. നീ ഇല്ലാതാക്കണം, അവളുടെ ജീവിതത്തിൽ നിന്നും, ഈ ഭൂമിയിൽ നിന്നും. രുദ്രൻ്റെ വിരലുകൾ ടേബിളിൽ താളം പിടിച്ചു. രുദ്രൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ ഒരു തിരമാല പോലെ അടിച്ചു കയറി. ഹിരണ്യ, അവൾക്ക് തന്നോടൊരു വാക്ക് പറയാമായിരുന്നു. സ്വന്തം ചെറിയമ്മയാണ് തന്നെയും കുടുംബത്തെയും തകർക്കാൻ കുരുക്കൾ നീക്കിയതെന്ന്. അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തന്നെ അകറ്റുന്നതെന്ന് അവൾക്കൊന്ന് വെളിപ്പെടുത്താമായിരുന്നു തന്നോട്. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രം എന്തേ തന്നോട് പറയാൻ തോന്നിയില്ല? അച്ഛൻ മരിച്ചപ്പോൾ പോലും ഒരു നോക്കു കാണാൻ അവൾ വന്നില്ലല്ലോ എന്ന ചിന്ത രുദ്രൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. രുദ്രൻ അടുത്തുനിന്നും മീരപ്പതിയെ മാറി നിന്നു. അവളുടെ മുഖത്തെ മ്ലാനത കണ്ട് ശ്യാം ഒന്ന് നോക്കി. എന്തെങ്കിലും വേണോ മീരെ നിനക്ക്? ശ്യാം പതിയെ ചോദിച്ചു. ഇല്ല, അവൾ ഒന്ന് തപ്പിത്തടഞ്ഞു പറഞ്ഞു. പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന ഒരാളെ കണ്ടതും അവളുടെ ഉള്ളു പിടഞ്ഞു. ആകെ തകർന്നു പോയ അവസ്ഥ, ദേഷ്യവും സങ്കടവും ഉള്ളിൽ തിളച്ചു മറിഞ്ഞു. കയ്യിലിരുന്ന ഗ്ലാസ് അശ്രദ്ധമായി അമർന്നതും അത് പൊട്ടി അവൻ്റെ കൈത്തണ്ടയിൽ ആഴ്ന്നിറങ്ങി. രക്തം തുള്ളികളായി താഴെ കെറ്റി വീണു. ശ്യാം രുദ്രനോട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് ഇനിയും അവളെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നീറുന്നത്? അവളിപ്പോൾ രാഹുലിൻ്റെ കൂടെയല്ലേ? അവിടെ അവൾ സന്തോഷമായിട്ടായിരിക്കും കഴിയുന്നത് തന്നെ. അതിന് നീ ഇവിടെ ഇങ്ങനെ കിടന്ന് ഉരുകിയിട്ട് ഇനി എന്ത് കാര്യം? ശ്യാം മുറിയിലേക്ക് വന്നതും അന്തരീക്ഷം ആകെ മാറി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വാശിയായിരുന്നു. ശാന്തമ്മേ, ഹിരണ്യയുടെ സാധനം പോലും ഇനി ഈ റൂമിൽ കാണാൻ പാടില്ല, ശ്യാം കടുപ്പത്തിൽ പറഞ്ഞു. പിന്നെ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ശ്യാം, തേജി ഇങ്ങോട്ട് വന്നേ. അവർ അരികിലെത്തിയതും അവൻ ആജ്ഞാപിച്ചു. ഈ റൂം മൊത്തം വൃത്തിയാക്കണം. ഹിരണ്യയുടെ ഓർമ്മകളുള്ള ഒറ്റ സാധനം പോലും ഇവിടെ ബാക്കിയുണ്ടാവരുത്. എല്ലാം എടുത്ത് മാറ്റിക്കോണം. ശരി കുഞ്ഞെ, ശാന്തമ്മയും തേജും താഴ്ന്ന സ്വരത്തിൽ മറുപടി നൽകി. അപ്പോഴാണ് ശ്യാമിന് ഒരു ഫോൺ കോൾ വന്നത്. അവൻ തിരക്കിട്ട് പുറത്തേക്ക് പോയി. മുറിയിൽ ബാക്കിയായ മീര പതുക്കെ ശാന്തമ്മയുടെ അരികിലെത്തി. ശാന്തമ്മേ, നിങ്ങളുടെ ഫോൺ എവിടെയാ?
എനിക്കൊന്ന് വിളിക്കണം. അയ്യോ കുഞ്ഞെ, അതിന് റീചാർജ് തീർന്നു കിടക്കുക. വിളിക്കാൻ പറ്റില്ലല്ലോ, ശാന്തമ്മ നിസ്സഹായതയോടെ പറഞ്ഞു. അത് കേട്ടത് മീര അറിയാതെ രുദ്രനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് ഭയമാണ്. എങ്കിലും ഒരു ഫോൺ കോൾ അവൾക്ക് അത്യാവശ്യമായിരുന്നു. മീര, എന്തെങ്കിലും സഹായം വേണോ നിനക്ക്? രുദ്രൻ ചോദിച്ചു. അവൻ്റെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് അവൻ ആ ചോദ്യം പുറത്തെടുത്തത് തന്നെ. അവൾ തിരിഞ്ഞു നിന്ന് വേണ്ടെന്ന് തലയാട്ടി. സാരമില്ല, പറഞ്ഞോളൂ. രുദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായ അവൻ്റെ സാമീപ്യത്തിൽ അവൾ ഞെട്ടിപ്പോയി. എനിക്കൊന്ന് കുളിക്കണം. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നു. ഇന്നലെ കുളിച്ചില്ല. കൈ ഇങ്ങനെ ആയതുകൊണ്ട് ഡ്രസ്സ് ഇങ്ങനെ മാറ്റുമെന്ന് അറിയില്ല. കൈ അനക്കാൻ പോലും പറ്റുന്നില്ല. നിലത്തേക്ക് നോക്കി വിക്കി വിക്കിയാണ് അവൾ അത് പറഞ്ഞത്. പിന്നെ പതുക്കെ തലയുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. എൻ്റെ ചേച്ചിയുടെ പഴയ ഡ്രസ്സാണല്ലോ നിങ്ങൾ എനിക്ക് ഇടാൻ തന്നത്. അതുപോലെ നിങ്ങളുടെ ഷർട്ടോ വല്ലതും ഇവിടെ കാണുമോ? രുദ്രൻ അമ്പരപ്പോടെ അവളെ നോക്കി. സോറി, ഞാൻ മണ്ടത്തരമാണ് ചോദിച്ചതെന്നറിയാം. മുഖം ചുവന്നു തൊഴുത് അവൾ വീണ്ടും തല താഴ്ത്തി. നിനക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കണോ? അത് ചോദിച്ച് തീരും മുൻപേ അവൾ വിയർത്തു കുളിച്ചു. തൻ്റെ പാപഭാരം കഴുകിക്കളയാൻ അവൻ ആഗ്രഹിച്ചു. അവൾ പകച്ചുപോയി ആകെ പരിഭ്രമിച്ച് വേണ്ടെന്ന് കൈകൾ കൊണ്ട് വീശി. വേണ്ട, നിങ്ങളുടെ ഷർട്ട് മാത്രം മതി. രുദ്രൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ബ്ലൗസോ ചുരിദാറോ ഒന്നും ഈ കൈ വെച്ച് ഇടാൻ കഴിയില്ല. നിങ്ങളുടെ ഷർട്ടാണെങ്കിൽ ലൂസ് ആയിരിക്കുമല്ലോ, അതിടാൻ എളുപ്പവുമാകും. അവൾ മടിച്ചുകൊണ്ട് വിശദീകരിച്ചു. അവന് കാര്യം ബോധ്യമായി. അവൻ അകത്ത് പോയി തൻ്റെ സ്വന്തം ഷർട്ട് അവൾക്ക് നേരെ നീട്ടി. അവളുടെ മെലിഞ്ഞ ശരീരത്തിന് അതൊരുപാട് വലുതായിരിക്കും അവന് തോന്നി. അവൾ അത് വാങ്ങി നന്ദി എന്ന് മാത്രം പറഞ്ഞ് തലയാട്ടി. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് നിന്നു. എന്താ മീര? അവൻ അരികിലെത്തി ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സോറി, ഇനി ഞാൻ എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. രുദ്രൻ്റെ ലോകം അവിടെ നിന്നതുപോലെ തോന്നി. അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലുമാണ് ഈ ചതിക്ക് പകരം തന്നെ കൊല്ലാൻ നോക്കുമായിരുന്നു. എന്നാൽ അവൾ തന്നോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു. രുദ്രൻ ഒരു ശില പോലെ നിൽക്കുമ്പോൾ അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അവൻ തറയിൽ തളർന്നിരുന്ന് മുഖം പൊത്തിക്കരഞ്ഞു. ഹിരണ്യ അവളെക്കുറിച്ച് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അവൻ്റെ ഓർമ്മയിൽ വന്നു. 2 മണിക്കൂറോളം അവനായിരിപ്പിരുന്നു. സോറി ഹിരണ്യ, എന്നോട് ക്ഷമിക്ക്. അവൻ മനസ്സിൽ 1000 വട്ടം ഉരുവിട്ടു. നീ എന്തിനാടാ ഇങ്ങനെ തളർന്നിരിക്കുന്നത്? ശ്യാമിൻ്റെ ശബ്ദം കേട്ടാണ് അവൻ കൈകൾ മാറ്റിയത്. ശ്യാം അപ്പുറത്തെ കസേരയിരുന്ന് അവനെ തന്നെ നോക്കുകയായിരുന്നു. നീ ഇവിടെ വന്നിട്ട് 1/2 മണിക്കൂറായോ? ഞാൻ വന്നതുപോലും നീ അറിഞ്ഞില്ലല്ലോ. അത്രക്കും എന്താലോചനയാ നിന്റെ മനസ്സിൽ? ഒന്നുമില്ല. രുദ്രൻ വേഗം എഴുന്നേറ്റു. കണ്ണുകൾ തുടച്ച് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. ശ്യാം മീരയെ കാണാൻ ചെന്നു. രുദ്രൻ്റെ ഷർട്ടും ധരിച്ചവൾ കട്ടിലിൽ കിടക്കുകയാണ്. ശ്യാമിനെ കണ്ടതും അവൾ എഴുന്നേറ്റിരുന്നു. മീര, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ പോയാൽ രുദ്രൻ കുറ്റബോധം കൊണ്ട് മരിച്ചു പോകും. അവൻ തെറ്റ് ചെയ്തു. ഞാനത് ന്യായീകരിക്കുന്നില്ല. അതിന് നീ എന്ത് ശിക്ഷ വേണമെങ്കിലും അവന് കൊടുത്തു. പക്ഷേ അവൻ തന്നെത്താൻ ഇല്ലാതാകുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കരുത്. അവൻ ഹിരണിയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. നീ അവനോട് ഒന്ന് ക്ഷമിച്ചാൽ അവൻ്റെ മനസ്സിലെ ഭാരം പകുതി കുറയും. മീര ആലോചനയിലാണ്ടു. നീ പതുക്കെ തീരുമാനിച്ചാൽ മതി. അവൻ നിന്റെ ചേച്ചിയോട് കാണിച്ച സ്നേഹത്തിന് പകരമായിട്ടല്ല ഞാനിത് ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ തെറ്റ് തിരുത്താൻ ഒരവസരം നൽകണം നീ. ശ്യാം അവിടെ നിന്നും അതും പറഞ്ഞു പോയി. മീര ഒരുപാട് ചിന്തിച്ചു. അവളുടെ മനസ്സ് പതുക്കെ അലിയുകയായിരുന്നു. അവൻ കൈ മുറിച്ചതും മരണത്തെ മുഖാമുഖം കണ്ടതുമെല്ലാം ഓർക്കുമ്പോൾ അവൾക്കുള്ളിൽ ഒരു ഭയം തോന്നി. അവനോട് ക്ഷമിച്ചാൽ അവൻ്റെ കുറ്റബോധം കുറയുമാണെങ്കിൽ അതിനവൾ തയ്യാറായിരുന്നു.